കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം. കേരളം നിലവിൽ വന്നതിന് ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ നീലേശ്വരം നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. പിന്നീട് ശ്രീ EK നായനാർ കൂടി തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെ രണ്ട് മുഖ്യമന്ത്രിമാരെ പ്രതിനിധാനം ചെയ്ത മണ്ഡലം എന്ന വലിയ നേട്ടം തൃക്കരിപ്പൂരിനുണ്ടായി. 1960 മുതൽ 65 വരെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച C കുഞ്ഞികൃഷ്ണൻ നായർ മാത്രമാണ് ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഏക കോൺഗ്രസ് MLA. നീലേശ്വരം മാറി തൃക്കരിപ്പൂർ നിലവിൽ വന്നപ്പോൾ ആ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് പിന്നീട് 3 തവണ കാസർഗോഡിന്റെ MP ആയിരുന്ന ശ്രീ P കരുണാകരൻ ആയിരുന്നു. EMS കുഞ്ഞികൃഷ്ണൻ നായർ, VV കുഞ്ഞമ്പു, P കരുണാകരൻ, EK നായനാർ, K കുഞ്ഞിരാമൻ, KP സതീഷ് ചന്ദ്രൻ, രാജഗോപാലൻ എന്നിവരാണ് ഇവിടെ നിന്നും ജയിച്ചു പോയവർ. വിനോദസഞ്ചാര രംഗത്ത് വലിയ മാറ്റമാണ് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 63% പേർ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. 25.5% മുസ്ലിം, 10.7% ക്രിസ്ത്യൻ എന്നിങ്ങനെയാണ് ഇവിടുത്തെ മതപരമായ ജനസംഖ്യാ കണക്കുകൾ. ഹിന്ദുക്കളിൽ ഏറ്റവും വലിയ വിഭാഗം ഈഴവ തീയ വിഭാഗമാണ്. പ്രാദേശിക സ്ഥാനാർത്ഥി ആയിരുന്നിട്ട് പോലും ഏറ്റവും കുറവ് വോട്ടിന് പരാജയപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ KV ഗംഗാധരനായിരുന്നു. നിരവധി തവണ വലിയ പറമ്പ് പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. പരാജയപ്പെട്ടത് കേവലം 7000 വോട്ടുകൾക്ക് മാത്രമാണ്. നീലേശ്വരം മുനിസിപ്പാലിറ്റി, ചെറുവത്തൂർ, പടന്ന, പിലിക്കോട്, തൃക്കരിപ്പൂർ, വലിയ പറമ്പ്, കയ്യൂർ ചീമേനി, ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് ഈ മണ്ഡലം. കഴിഞ്ഞ തവണ ഈ മണ്ഡലം കേരള കോൺഗ്രസിന് നൽകി ശ്രീ MP ജോസഫ് ആയിരുന്നു സ്ഥാനാർത്ഥിയായി വന്നത്. സ്ഥാനാർത്ഥി നല്ല വ്യക്തിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ ദയനീയമായി പരാജയപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ പിന്നീട് പറയുകയുണ്ടായി. അതിനുശേഷം ഇനി ഒരു വട്ടം കൂടി അദ്ദേഹം തൃക്കരിപ്പൂരിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. പക്ഷെ അതിനിടയിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ PK ഫൈസൽ അദ്ദേഹത്തിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിച്ചുവെന്നും ആ പണം തിരികെ കൊടുത്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ കേസുകൾ ഉണ്ടായത്. ആ കേസിനൊടുവിൽ നിരവധിയായ മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിൽ ആ പണം MP ജോസഫിന് തിരികെ നൽകിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മനസ്സിൽ ഒരു വൈരാഗ്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ തന്നെ മനസ്സിൽ ഉണ്ടായ സ്ഥിതിക്ക് MP ജോസഫ് ഇനി തൃക്കരിപ്പൂരിൽ എങ്ങനെ മത്സരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തൃക്കരിപ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം സത്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു ബാലികേറ മലയാണ്. പക്ഷെ യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം നടക്കാനിടയില്ലാത്ത നിരവധി പഞ്ചായത്തുകൾ ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾ, ഇപ്പോൾ കയ്യൂർ, ചീമേനി പോലുള്ള പ്രദേശങ്ങൾ, പിലിക്കോട് പോലുള്ള പ്രദേശങ്ങളൊക്കെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. ആ കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ഒരു വലിയ ശക്തി നേടിയെടുക്കാൻ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ആ രീതിയിലുള്ള പ്രവർത്തനം സത്യത്തിൽ അവിടെയെങ്ങും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കണക്ക് നമുക്കറിയാം. കേരളത്തിലെ 19 ലോക്സഭാ മണ്ഡലങ്ങളിലും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അവരെല്ലാം വിജയിച്ചത് വലിയ വോട്ടിനാണ്. കാരണം കേരളത്തിൽ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ, വോട്ടിന്റെ കാര്യത്തിൽ ഒരു ഏകീകരണം ഉണ്ടായി. ഏത് പുൽക്കൊടിയെ നിർത്തിയാലും വിജയിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മേഖല ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു. 2024 ലോക്സഭയിലേക്ക് എത്തുമ്പോഴേക്കും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന തോന്നൽ രൂഢമൂലമായി. കേരളത്തിൽ അതിശക്തമായ വോട്ടിംഗ് ഏകീകരണമുണ്ടായി. ശ്രീ ഹൈബി ഈഡനെ പോലുള്ള ആളുകൾ 2,60,000 വോട്ടിനാണ്, അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വോട്ടിനാണ് വിജയിച്ചത്. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും 1 ലക്ഷം വോട്ടിന് വിജയിച്ചു. CPM-ന്റെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ പല മണ്ഡലങ്ങളിലും BJPക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടായി. ആ ട്രെൻഡ് പലപ്പോഴും പല ആളുകളും അവരുടേതായ മികവായി സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ മികവ് കാണിക്കേണ്ടത് സ്വന്തം നാട്ടിലാണ്.
ഉദാഹരണത്തിന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോട്ട് വന്ന് 2 തവണ വിജയിച്ചപ്പോ അദ്ദേഹം അഹങ്കാരം മൂത്ത് പല ആളുകളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പാർട്ടിയെ അദ്ദേഹം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി. ഇപ്പോൾ ഒരു കോളനി ഭരണത്തിന് കീഴിൽ ഇന്ത്യ ഉണ്ടായതുപോലെ കാസർഗോഡിനെ അദ്ദേഹം വന്ന് കീഴടക്കി വച്ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം സ്വന്തം ജന്മനാട്ടിൽ 33,000 വോട്ടിനാണ് ദയനീയമായി പരാജയപ്പെട്ടത്. ഒരുപക്ഷെ കുണ്ടറ കണ്ട ഏറ്റവും വലിയ പരാജയം ആരുടേതാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാജയമാണ്. ആ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യം സത്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു മണ്ഡലത്തിലും പാർട്ടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു ഘടകമേ അല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി രൂപപ്പെടുത്താൻ സാധിക്കില്ല. അദ്ദേഹം ഡിവൈഡ് ആൻഡ് റൂൾ, ആളുകളെ നിരന്തരമായി വെറുപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അജണ്ടയാണ്. അത് കാസർഗോഡ് ജില്ലയിലെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കന്മാരോട് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സത്യത്തിൽ അവിടെ പരീക്ഷിക്കേണ്ടതാണ്. അങ്ങനെ പരീക്ഷിക്കേണ്ടി വന്നാൽ അവിടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള 2 പേർ എന്ന് പറയുന്നത് ഒന്ന് ശ്രീ പ്രൊഫസർ ഖാദർ മാങ്ങാട്, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ശ്രീ PK ഫൈസലാണ്. ദീർഘകാലമായി അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷേ അദ്ദേഹം ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒന്നടങ്കം രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാൽക്കൽ കൊണ്ടുപോയി പണയം വെച്ചു എന്ന വലിയ പാതകം അദ്ദേഹത്തിന്റെ മുകളിൽ ചാർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്ക് വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ പരാജയം ദയനീയമായിരിക്കും. അതുപോലെ തന്നെ ശ്രീ ഖാദർ മാങ്ങാട് 2 വട്ടം പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചതാണ് കാസർഗോഡ്. അന്നാണ് ഏറ്റവും കടുത്ത പോരാട്ടം കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുള്ളത്. ആ പോരാട്ടത്തിൽ 2 തവണയും അദ്ദേഹത്തിന് വോട്ട് കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചു. അദ്ദേഹം വിജയിക്കുന്ന ഒരു ഘട്ടം വരെ സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ശ്രീ ഖാദർ മാങ്ങാടിന് തൃക്കരിപ്പൂരിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത തുറന്ന് ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ ഹക്കിം കുന്നിലിനെ പോലുള്ള ജില്ലയിൽ നിന്നുള്ള മുസ്ലിം നേതാക്കന്മാരുടെ പേരുകളും സ്വാഭാവികമായും പരിഗണിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ തൃക്കരിപ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിലേക്ക് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എങ്ങനെയാണ് വന്നത്? കാരണം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന പൊതുബോധം സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ ഇപ്പോഴത്തെ ജനപ്രതിനിധിക്ക് വലിയ തോതിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ശ്രീ VD സതീശൻ അദ്ദേഹത്തിന്റെ മലയോര ജാഥ, ആ ജാഥ ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ആ ജാഥ ആരംഭിക്കേണ്ടിയിരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കഴിഞ്ഞ ദിവസം പോലും ബേഡെടുക്ക പഞ്ചായത്തിൽ കടുവ വന്നു. അതുപോലെ തന്നെ പല മേഖലകളിലും കാട്ടാനകളുടെ ശല്യം വ്യാപകമായി നിൽക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. പക്ഷെ ആ കാസർഗോഡ് ജില്ലയെ ഒഴിവാക്കിക്കൊണ്ട് VD സതീശൻ അദ്ദേഹത്തിന്റെ ജാഥ കണ്ണൂരിൽ നിന്ന് ആരംഭിക്കാനുള്ള കാരണം കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനും MPക്കും നൽകിയ ഏറ്റവും വലിയൊരു സല്യൂട്ടാണ്. ഇന്നിപ്പോ നമ്മൾ കേൾക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നമ്മുടെ ഉദുമ നിയോജക മണ്ഡലത്തിൽ പെട്ട കിഴക്കൻ മലയോര പ്രദേശത്ത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഉപവാസം നടക്കുന്നു എന്നുള്ളതാണ്. അതായത് അവിടുത്തെ പന്നിയെ പിടിക്കാൻ, അതുപോലെ തന്നെ അവിടെ നിന്നുള്ള മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാനുള്ള വലിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഉണ്ണിത്താൻ അവിടെ പോയി നിരാഹാരം ഇരിക്കുന്നു എന്ന വാർത്തയാണ്. 9 മണിക്കൂറാണ് അദ്ദേഹം നിരാഹാരം ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. അവിടെ പ്രാദേശിക നേതാക്കന്മാരെല്ലാം ചേർന്ന് ഉപവാസം ഇരിക്കാൻ തീരുമാനിച്ചപ്പോൾ എങ്കിൽ നിങ്ങളുടെ ചെലവിൽ ഞാൻ ഇരിക്കാം എന്ന് തീരുമാനിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പോയി അവിടെ ഉപവാസം ഇരിക്കുകയാണ്. ആ ഉപവാസം കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ആ നാട്ടിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തീരുമാനങ്ങളിലോ ഒരു മാറ്റവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തൃക്കരിപ്പൂർ വളരെ ശ്രദ്ധയോടുകൂടി കോൺഗ്രസിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ്. സ്ഥാനാർത്ഥി നിർണയം വളരെ കൃത്യതയോടുകൂടി നടത്തേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മറ്റിടങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികൾ വരുന്ന ഒരു സാഹചര്യം സത്യത്തിൽ ജില്ലയിലെ കോൺഗ്രസ് ഒഴിവാക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ജില്ലയിലെ കോൺഗ്രസ് പരിപൂർണമായി തകരും. കാരണം ജില്ലയിലെ കോൺഗ്രസിനോടല്ല താല്പര്യം, അതിനപ്പുറം ചില വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്നവർ നായകത്വം വഹിക്കുന്ന കാലത്തോളം ജില്ലയിലെ കോൺഗ്രസ് പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നുപോകും.